എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു. നാട്ടിലായതുകൊണ്ട് ടൈം കിട്ടാറില്ലായിരുന്നു. എന്നാലും ഇടയ്ക്ക് 1-2 വീഡിയോ ഒക്കെ ചെയ്തു. എന്നാലും വീഡിയോ ചെയ്താൽ പോലും നമുക്ക് പലപ്പോഴും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വ്യൂ ഒന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പം ഞാൻ വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ വീണ്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ ആൾക്കാർ ചോദിക്കുന്നു, കണ്ടിന്യൂസ് ഇടാം. അവർ സ്ഥിരം കാണുന്നവരുണ്ട്. അപ്പം അവർ ചോദിക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിൻ്റെ കൂട്ടിരിക്കും മുന്നോട്ടുള്ള വീഡിയോസ് ഇടുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു ലൈക്ക്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ലൈക്ക് കഴിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കത് യൂസ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലൈക്ക് അടിക്കുന്നതിന് ഒരു ഇതുമില്ല. നമുക്കിപ്പോൾ ഒന്നും വയസ്സായിട്ട് തരുന്നില്ലല്ലോ. നിങ്ങൾക്കൊരു ലൈക്ക് അടിക്കുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേങ്കിൽ അതുപോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇപ്പം നിഫ്റ്റിയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇത് പറഞ്ഞതിന് മുന്നേ വേറെ കാര്യം, പല ആൾക്കാരും ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയിൽ പെട്ടെന്ന് കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുക്കും. 5, 6 അല്ലെങ്കിൽ 7, ചിലപ്പോൾ 10 ദിവസം കൂടുതലൊക്കെ കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഈ 10 ദിവസം കൂടെ കിട്ടിയ സാധനം പ്രോഫിറ്റ് കൊണ്ട് ഒറ്റയടിക്ക് കൊണ്ട് കളയും. അപ്പോൾ നിങ്ങൾ അത് അവിടെ ഇത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രാറ്റജി അല്ല കുഴപ്പം. ഇൻട്രാഡേയിൽ ഒരാൾ 7-8 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുക്കുന്നു ഒരു സ്ട്രാറ്റജിയിൽ എന്ന് പറഞ്ഞാൽ അത് ഈസി അല്ല. പക്ഷെങ്കിൽ നമുക്ക് ഒരു ലോസ് വരുന്ന ദിവസം ഹെവി ലോസ് ആക്കുന്നത് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഇമോഷണൽ ഇതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം കുറയുകയും കഴിഞ്ഞ ദിവസം കിട്ടിയ പ്രോഫിറ്റ് എല്ലാം പോകുന്നല്ലോ എന്നുള്ളൊരു ഇതൊക്കെ വെച്ചിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ ട്രേഡ് എടുക്കുമ്പോഴാണ് നമ്മൾ ഹെവി ലോസിലോട്ട് പോകുന്നതും പിന്നെ ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ഉള്ള പൈസ മുഴുവനും കൊണ്ട് കളയുകയും ചെയ്യും. നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജി അല്ല ഉണ്ട്. സ്ട്രാറ്റജികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന അല്ലാത്ത വേറെ ആൾക്കാർ ചെയ്യുന്ന പല സ്ട്രാറ്റജികളും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് പെട്ടെന്ന്, ചിലർക്ക് ചില സ്ട്രാറ്റജികൾ പെട്ടെന്ന് പിടികിട്ടും, ചിലർക്കാണെങ്കിൽ പിടികിട്ടത്തില്ല. ചിലർ എത്ര വർഷം ചെയ്തെന്ന് പറഞ്ഞാലും രക്ഷപ്പെടത്തില്ല. നിങ്ങൾ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യാത്തിടത്തോളം കാലം യാതൊരു രക്ഷയില്ല. എത്ര നല്ല സ്ട്രാറ്റജി പഠിച്ചാലും നിങ്ങൾ 10 ദിവസം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഒരു ദിവസം കൊണ്ട് കളയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ് എടുക്കുമ്പം, ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ, ഇപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി വർക്കാകുമ്പം അതിനകത്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെങ്കിൽ പ്രോഫിറ്റ് വരുമ്പോൾ 1-2 രൂപ പ്രോഫിറ്റ് എടുക്കും, ലോസ് വരുമ്പം വെച്ചുകൊണ്ടിരുന്നിട്ട് ഹെവി ലോസ് എടുക്കും. അങ്ങനൊന്നും അല്ല ട്രേഡ് എടുക്കേണ്ടത്. ട്രേഡ് എടുക്കേണ്ടതിന് കൃത്യമായ പ്രാക്ടീസ് വേണം, ലൈവ് മാർക്കറ്റിൽ നമ്മുടെ എക്സ്പീരിയൻസ് വേണം. നല്ലൊരു സ്ട്രാറ്റജി കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. എൻ്റെ അതേ സ്ട്രാറ്റജി സെറ്റായ എത്രയോ ആൾക്കാരുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരത് ഒറ്റയടിക്ക് കൊണ്ട് ഒരു ദിവസം കൊണ്ട് അവർ പെട്ടെന്ന് സെറ്റായതല്ല. അവർ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. പിന്നെ അവരുടേതായിട്ടുള്ള കുറേ ഐഡിയാസൊക്കെ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രേഡിങ് ഇൻട്രാഡേയിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഷോർട്ട് സെല്ലിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലരോടും ആരും ചോദിക്കുന്നവരോടെല്ലാം പറയാറുണ്ട്, എപ്പോൾ ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇട്ടേ ചെയ്യാവും. ആ സമയത്തുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കണം. അതല്ല എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തിടത്തോളം കാലം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടേ ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് അടിച്ച് പോയെങ്കിൽ പൊക്കോട്ടെ. പക്ഷേങ്കിൽ നമുക്ക് വീണ്ടും ഇഷ്ടംപോലെ ചാൻസ് തരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഷെയറെ തന്നെ തൂങ്ങിയിരിക്കുമ്പോഴാണ് നമുക്ക് ആ പണി കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് മാർക്കറ്റിൽ നിറയെ ഷെയറുകൾ വന്നുകൊണ്ടേ, ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടേയിരിക്കും. ഒരെണ്ണത്തിനകത്ത് ഇപ്പം 1-2 പ്രാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു ഷെയർ 2-3 പ്രാവശ്യം ട്രേഡ് എടുക്കുമ്പോഴും നമ്മുടെ രീതി വരുന്നില്ല എന്ന് കണ്ടാൽ ആ ഷെയർ വിട്ടേക്കണം. വേറെ ഷെയറുകൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചാൻസ് വരുന്ന ഷെയറുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ ചെയ്യുക. നമുക്കിപ്പം ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്ന CPR-ൽ ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു രീതിയും പിന്നെ പ്രൊഡക്റ്റീവ് ചാനലിൽ യൂസ് ചെയ്തിട്ട് അതും ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നുണ്ട്, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചെറിയ ട്രേഡ് എടുക്കുമ്പോൾ
അവർക്ക് എല്ലാം പ്രോഫിറ്റാണ്. വലിയ ട്രേഡ് എടുക്കുമ്പോൾ ലോസാണ്. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. നമുക്ക് വലിയ ട്രേഡ് എടുക്കുമ്പോൾ ₹1 കുറയുമ്പോഴത്തേന് നമുക്ക് ഹെവി ലോസിലോട്ട് പോകും. ഹെവി ലോസ് പോകുമ്പം നമ്മൾ വെപ്രാളപ്പെട്ട് പിന്നെ അവിടെ ഇവിടെ എല്ലാം ഒരു ലെവലൊന്നും ഇല്ലാതെ തന്നെ ട്രേഡ് അങ്ങ് എടുക്കും. നമുക്കിപ്പം ഞാൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ R1 മുകളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് ട്രേഡ് പുതിയതായിട്ട് വരുന്നവർ എടുക്കേണ്ടത്. അതല്ലാതെ R1 അടുക്കാറാകുമ്പോൾ ഇത് R1 ടച്ച് ചെയ്യാതെ ഇറങ്ങിയപ്പം അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണോ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അത് R1 വരുന്നതിന് ഇപ്പുറം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് R1 മുകളിൽ കീപ്പ് ചെയ്യണം. പക്ഷേങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ലെവൽ വന്നിറങ്ങുന്ന സമയത്ത് എടുക്കും. ഇപ്പോൾ R1 പോയിട്ട് R1 താഴോട്ടൊക്കെ പോയി പിന്നെ ഇറങ്ങിയാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. പക്ഷേ ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ വിട്ടാൽ നമുക്ക് അതിനകത്ത് വേറെ നമുക്ക് ചാൻസുകളുണ്ട്. തിരിച്ച് വീണ്ടും R2 പോകാതെ തിരിച്ച് ഞാനിപ്പോൾ അത് ഗ്രാഫിലെടുത്ത് കാണിക്കാം. R2 പോകാതെ വീണ്ടും R1 താഴോട്ട് പോയി അങ്ങനെ സെല്ല് ചെയ്തേക്കണം. പക്ഷേങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹൈയുടെ മുകളിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പം ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാതിരുന്ന് ഒരു ദിവസം കൊണ്ട് വന്ന ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതിന് പിന്നിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. അല്ലാതെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഞാനെപ്പോഴും പറയും മൊബൈലിൽ ട്രേഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നല്ല രീതിയിലൊരു സ്ട്രാറ്റജി ഇപ്പം എനിക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ മൊബൈലിൽ ചെയ്യുന്നതിനെക്കാട്ടല്ല ലാപ്ടോപ്പിൽ ചെയ്ത കണ്ടിന്യൂസ് ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല ദിവസം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ ഒരേ ടൈപ്പ് മൂവ്മെൻറ്റ് കാണിക്കുന്ന ഷെയറുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഷെയറിൻ്റെ മൂവ്മെൻറ്റ് നേരത്തെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഷെയറിനകത്ത് ആ സെയിം മൂവ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് എൻട്രി എടുക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ ലൈവ് മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഷെയറുകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിഫ്റ്റി പല ഐഡിയാസ് ഞാനാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് 4-5 ടൈപ്പ് സ്ട്രാറ്റജികൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ലതാണ്. പക്ഷേ ഞാൻ CPR ആണ് യൂസ് ചെയ്യുന്നത്. EMA വെച്ചുള്ളത് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും പ്രാക്ടീസ് ചെയ്യാറില്ല. പെട്ടെന്ന് കാശുണ്ടാക്കണം. അപ്പോൾ പെട്ടെന്ന് കാശുണ്ടാക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ല. അത് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടിരിക്കും. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസും പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റിയുടെ ഒക്കെ അനുസരിച്ചിരിക്കും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യം. അല്ലാത്തടത്തോളം കാലം കോൺഫിഡൻസ് ഇല്ല, പൈസ ഇല്ല, അല്ലെ ചെറിയ എമൗണ്ട് കൊണ്ട് വലിയ ട്രേഡ് ചെയ്യുക, അങ്ങനൊന്നും ചെയ്തൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിന് തന്നെ അത് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് കോൺഫിഡൻസ് വേണം, നല്ലൊരു സ്ട്രാറ്റജി വേണം, നമ്മുടെ കപ്പാസിറ്റിക്കുള്ളിൽ നിന്നുള്ള ട്രേഡിംഗ് ആയിരിക്കണം. കൃത്യമായിട്ട് സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്നവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിന് മുന്നേ ചെയ്താൽ പണിയാണ്. നമുക്കിപ്പോൾ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഒരു ട്രേഡ് എടുത്ത് 10,000-20,000 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് ഒറ്റ 10,000 രൂപ നമ്മുടെ പോയെങ്കിൽ നമ്മുടെ ഫുൾ കോൺഫിഡൻസ് ഡൗൺ ആയിപ്പോകും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് സ്ട്രാറ്റജി വർക്കാകുമോ എന്താണ്. പക്ഷേ അവിടെ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചെയ്ത തെറ്റെന്താണ്. അവിടെ ആ തെറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാനിപ്പോഴും പറയുന്നത് ഇങ്ങനത്തെ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി, നല്ലൊരു സ്ട്രാറ്റജി, കോൺഫിഡൻസ്, കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിന്നുള്ള ട്രേഡിങ്, റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തുള്ള ട്രേഡിങ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാതെ ഒരിക്കലും ട്രേഡിങ് രക്ഷപ്പെടത്തില്ല. ഇൻട്രാഡേയിലായാലും സ്വിങ്ങിലാണെങ്കിൽ പോലും രക്ഷപ്പെടത്തില്ല. സ്വിങ്ങിലാണെങ്കിലും നോർമൽ ആൾക്കാർ എന്ത് ചെയ്തത്, പ്രോഫിറ്റ് വരുമ്പം ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും, ലോസ് വരുമ്പം വെച്ചുകൊണ്ടിരിക്കും. 100% ലോസ് വന്നാലും വിൽക്കാത്ത പുള്ളികളുണ്ട്. നമുക്ക് ഓരോ പിന്നെ ലെവലുകളുണ്ട്. നമ്മുടെ കപ്പാസിറ്റിക്ക് വെളിയിലോട്ട് പോകുന്നത് കണ്ടാൽ വിറ്റ് മാറുക. പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. വെച്ചുകൊണ്ടിരുന്ന് ഹെവി ലോസ് ആക്കുന്നതിനെക്കാട്ടി നല്ലത് അങ്ങനെ അത് തന്നെയാണ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ചാൻസുകളും പിന്നെ നാളത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകളും ഞാൻ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് ബെനിഫിറ്റ് ആകും, അല്ലാത്തവർക്ക് ഒരു ബെനിഫിറ്റും വരാൻ പോകുന്നില്ല. ഓക്കെ, നിഫ്റ്റി ഇപ്പം 25,000 25,003 ക്ലോസിങ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ഹെവി ഫോൾ വന്നു, അതിനുശേഷം വീണ്ടും കയറി, അതിന് ജസ്റ്റ് മുകളിൽ പോയി, അതിനുശേഷം വീണ്ടും തിരിച്ച് നല്ലൊരു ഫോൾ വന്നു, അതിനുശേഷം കയറി ഈ ഹൈ അടിച്ചത് നിന്നതിന് ശേഷം ഉള്ള നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഹയർ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹയർ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നത്
ഈ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ആയി നിന്ന് കഴിഞ്ഞാൽ ഒരു 25,450 ഇതിൻ്റെ ഈ ലെവലിലോട്ട് ചിലപ്പോൾ 25,400 തൊട്ട് 25,600 ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷനിൽ പോകാൻ ചാൻസ് തോന്നുന്നത്. നിഫ്റ്റി മുകളിലോട്ട് കയറാൻ ചാൻസ് കാണിക്കുന്നത് 25,450 തൊട്ട് 600-700 വരെ മാക്സിമം പ്രതീക്ഷിക്കും ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ അവിടെ ഹയർ ലെവലിൽ കൺസോളിഡേഷൻ ആണെങ്കിൽ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ആവാൻ ചില ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇറങ്ങി വരാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ കൺസോളിഡേഷൻ ഹയർ ലെവലിൽ കാണിക്കുന്നു. അത് തന്നെയല്ല അവിടെ ഷെയറുകളുടെ സ്ട്രെങ്തും കാണിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് നെഗറ്റീവ് ന്യൂസുകളൊന്നും പ്രത്യേകിച്ച് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞ ലെവലിലോട്ട് പോകാനൊരു ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പോവാണെങ്കിൽ മാക്സിമം പോകാൻ ചാൻസ് എനിക്ക് തോന്നുന്നത് 25,450 തൊട്ട് 450-400 അവിടെ തൊട്ട് 25,700 മാക്സിമം പിടിച്ചോ, ആ റേഞ്ച് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അപ്പർ ലെവലിലോട്ട് ഒരു 58 വരെ പോകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം നല്ല ഫോളിന് ശേഷം ഇവിടെ നല്ലൊരു ഫോൾ വന്ന് ഇവിടെ ചെറിയ കവറിങ്, പക്ഷേ ഇവിടെ വീണ്ടും നല്ല ഫോൾ വന്നതിന് ശേഷം നല്ല രീതിയിൽ കയറിപ്പോയി ഹൈ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഹൈ നമുക്ക് ഇതുണ്ടല്ലേ, ഹൈ അടിച്ചു, ഹൈയുടെ മേൽ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ 58-59 പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇറങ്ങുവാണെങ്കിൽ കുത്തനെ ഇറങ്ങുകയും ചെയ്യും. മാക്സിമം ചാൻസ് അപ്പിലോട്ട് പോകാനുള്ള ചാൻസ് 58-59 റേഞ്ചാണ് ഇപ്പം കാണുന്നത്. പക്ഷേ ഇറങ്ങി വരാൻ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഏത് സമയത്തും നല്ല സെല്ലിങ് വരും. പക്ഷേ എങ്കിൽ ഹൈ ലെവലിൽ നിന്നിങ്ങനെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലെവലിലോട്ട് പോകാൻ ആ ലെവലിനൊക്കെ ആപ്പ് വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് വേണ്ടി പതുങ്ങാൻ തുടങ്ങും. ഇപ്പം നേരത്തെ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,200 ഇത് 25,200 ഉള്ളിൽ കിടന്ന് കളിക്കും കുറേ നാൾ. 25,200 മാക്സിമം ഇത് കണ്ടില്ലേ, ഇവിടെ 25,000 മുകളിൽ ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് വീണ്ടും 24,400 വരെ വന്നു, വീണ്ടും തിരിച്ച് 25,62 വരെ പോയി, വീണ്ടും തിരിച്ച് 24,500 വരെ വന്നു, 2 പ്രാവശ്യം താഴെ പോയി, വീണ്ടും ആ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇതിനും ബ്രേക്കായി നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ റേഞ്ചിലോട്ട് വരും. 25,450-700 റേഞ്ചിൽ വന്നാൽ പിന്നെ വലിയ മൂവ്മെൻറ്റ് പെട്ടെന്ന് കാണിക്കത്തില്ല. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ രീതികളാണല്ലോ. പിന്നെ ന്യൂസ് ബേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻസൊക്കെ തെറ്റാം. അപ്പോൾ ഞാൻ നാളത്തെ ദിവസത്തേന് CPR സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ CPR ചാർട്ടാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുക നമ്മുടെ ലെവലുകളൊക്കെ വരുന്നത് നമുക്ക് CPR സ്ട്രാറ്റജിയെ പറ്റിയുള്ള വീഡിയോ എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം വോളിയം എല്ലാം വിക്കറുള്ള ഈ ഷെയർ മാത്രം അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്ന നല്ലത്. ഈ വെൽത്ത് എന്ന് പറയുന്നത് അതിനകത്തിലെ വോളിയം ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിൻ്റെ വോളിയം വന്നിട്ട് ഇവിടെ കണ്ടില്ലേ 48,000 ഷെയറേ ഉള്ളൂ. ബാക്കിയുള്ള ഷെയർസിനകത്തൊക്കെ ഇവിടെ പിന്നെ വീണ്ടും ഒരു ഷെയർ ഇട്ടുണ്ട്. RK Forge അല്ല, HBSL എന്ന് പറയുന്ന ഈ ഷെയറും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. വേറെ ഇഷ്ടംപോലെ ഷെയറുകളുണ്ടല്ലോ. വോളിയം കുറവുള്ള ഷെയറിനത് കഴിവതും ചെയ്യാതിരിക്കുക. വേറെ ഷെയറിനകത്തൊക്കെ നല്ല വോളിയംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ഷോർട്ട് സെല്ല് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഷെയറുകൾ തലേ ദിവസം നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയറുകളായിരിക്കും. അപ്പോൾ ആ ഷെയറിനകത്ത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ എടുക്കും. അതല്ല R1 R2 റേഞ്ച് ഏതാണോ ഫസ്റ്റ് നേരെ കുത്തനെ R1-ലോട്ട് പോകുകയാണെങ്കിൽ ഓക്കെ പോട്ടെ. R2 പോകാതെ R1-നും R2-നും ഇടയിൽ പോയിട്ട് ഇപ്പം ഈ ഫസ്റ്റ് ഷെയർ നോക്കി 102.42 ആണ് ആവറേജ്. ആവറേജ് അല്ല R1. അതിന് പോയി 105 വരെ പോയിട്ട് ഈ 102.40 താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്കവിടെ സെല്ല് ചെയ്യാൻ പറ്റും. നമ്മൾ 105 എന്നുള്ള ആ ഒരു ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. ഇപ്പം തിരിച്ച് 105-ന് മുകളിൽ പോയി ട്രേഡായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എങ്കിൽ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഷെയർ ഈ അടുത്ത R2 ലെവലിലോട്ട് പോകുന്നത് നോക്കണം. R2 ലെവലിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കും. അതല്ല അത് R2 പോയില്ല, തിരിച്ച് വീണ്ടും ഈ 102.42 താഴോട്ട് തന്നെ വരുവാണെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ എൻട്രി എടുക്കും.
അവിടെ ആദ്യത്തെ നമുക്ക് ലോസ് ആയല്ലോ, രണ്ടാമത് ഇനി എടുക്കേണ്ട കാര്യമില്ല എന്ന് അങ്ങനല്ല ചിന്തിക്കേണ്ടത്. വീണ്ടും ചാൻസ് കിട്ടി അന്നേരം എൻട്രി എടുക്കുക. പിന്നെ ടാർഗറ്റ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കുക. ചില ഷെയറുകൾ കണ്ടിന്യൂസ് ഇറങ്ങി പോരും, ചിലതാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 242 വന്നിട്ട് ഈ ഷെയർ വന്നിട്ട് നല്ല സ്ട്രെങ്ത് വീണ്ടും ഉള്ള ഷെയർ ആണെങ്കിൽ ഈ ഷെയറിന് ആവറേജ് 95-24 എന്നുള്ള ഈ റേഞ്ചിന് അടുത്ത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ടുള്ളത് നിൽക്കും. പിന്നെ അവിടുന്ന് മേപ്പോട്ട് കയറാൻ ചാൻസ് കാണിക്കും, വീണ്ടും ഒരു മൂവ്മെൻറ്റ് ഉള്ളതാണെങ്കിൽ. അതല്ലെങ്കിൽ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കണക്കാം, പിന്നെ വൺ സൈഡ് ആയിരിക്കും താഴോട്ട് മൂവ്മെൻ്റ് ഒക്കെ. താഴെ ഇപ്പം 95-24 എന്ന് പറയുമ്പോൾ ആലോചിച്ച് ചിലപ്പോൾ 94-93 ഒക്കെ വന്നിട്ട് തിരിച്ച് വീണ്ടും 95 മുകളിലോട്ട് കയറി നിന്നാൽ വീണ്ടും ഡേഞ്ചറസ് ആണ്, താഴോട്ട് ഷോർട്ട് സെല് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് വീണ്ടും കയറി വരും. അപ്പം ഈ തലേ ദിവസത്തെ ആവറേജ് എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് താഴെ ട്രേഡായി നിന്നെങ്കിൽ മാത്രമേ വീണ്ടും ഒരു വീക്ക്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് തിരിച്ച് ഇതിന് മുകളിൽ തിരിച്ച് വീണ്ടും കയറി വന്ന് സ്ട്രെങ്ത് ആയാൽ വീണ്ടും മൂവ്മെൻറ്റ് കിട്ടും, മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഈ ക്രെപ്സ് ബയോ നാളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 100 മുകളിൽ പോയിട്ട് 100-102 പോയിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും അതിനകത്ത് താഴോട്ട് ഇറങ്ങാൻ. TVS ഇലക്ട്രോണിക്സും R1 ഓപ്പണിങ്ങിൽ ഈ R2 റേഞ്ച് കിട്ടി ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 റേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ R2 ആണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. മിക്ക് ഇലക്ട്രോണിക്സിനകത്തൊക്കെ ഈ ലെവലുകൾ വന്ന് നോക്കുമ്പോൾ ചെയ്യുക. പിന്നെ അതുപോലെ RK ഫോർജ് എനിക്ക് തോന്നുന്നു RK ഫോർജിൻ്റെ ഇയർ ഹൈ 1064, അപ്പം അത് വേണ്ട. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കുക. 2500 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നു. മുത്തൂറ്റ് ഫൈനാൻസും 2500 മുകളിലുള്ള ലെവൽ, ഫസ്റ്റ് ലെവൽ, ഇപ്പോൾ 2516 ഈ ലെവൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ്. അതല്ല 2505, 506 ഒക്കെ പോയിട്ട് 500 താഴെ പോകുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. BSE 3000 ലെവൽ ശ്രദ്ധിക്കുക, ഈ R2 ലെവൽ ശ്രദ്ധിക്കുക. വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇറങ്ങാനുള്ളത്. ഈ ഷെയർ ബജാജിന്ന് പറഞ്ഞ ഈ ഷെയർ 334, 353 ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് ആണെന്ന് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നു നാളെ വിൽക്കാൻ 10% ആയിരിക്കും. 10% ആണെങ്കിൽ ആ 10% നോക്കിയിട്ടേ ചെയ്യുക. 10% അടുത്തുള്ള ലെവലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ അധികം റിസ്ക് എടുക്കരുത്. എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ റിസ്ക് എടുക്കരുത്. അന്നേരം സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറിയിരിക്കണം. എല്ലാത്തും ഒരു സെല്ലിങ് ചാൻസ് കാണുന്നുണ്ട്, പക്ഷേങ്കിൽ 400 പോയിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല. അതല്ല ഈ R1 ഈ പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് ഇറങ്ങുന്നതാണെങ്കിൽ ചാൻസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. BSE ശ്രദ്ധിക്കുക, മുത്തൂറ്റ് ഫൈനാൻസ് ശ്രദ്ധിക്കുക, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DTIലൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. ഈ ക്രെപ്സ് ബയോ, ബജാജിൻ്റെ ഇത്രയും ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും അതിനകത്ത്. ഞാൻ ഈ പറഞ്ഞ ഷെയറിനകത്ത് കിട്ടുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ബജാജിൻ്റെ എന്നുള്ള ഈ ഷെയറ്, മുത്തൂറ്റ് ഫൈനാൻസ്, BSE, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ക്രെപ്സ് ബയോ. അപ്പം നാളത്തെ ഈ ഷെയറുകൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനല്ലല്ലോ മൂവ്മെൻറ്റ് നടത്തുന്നത്, അത് മാർക്കറ്റ് ഓപ്പറേറ്റർമാരാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. അവർ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതികൾ വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.